ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് ഓറിയോ കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു പ്രിൻസസ് തീം കേക്ക്. അത് പിന്നെ 5 ഇഞ്ച് കേക്കില്ല ഞാൻ ബേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ 4 ലെയറിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു ഹൈറ്റ് ടോൾ കേക്കായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്യാൻ ആ ഒരു കസ്റ്റമർ തന്നെ അയച്ചിരുന്ന ഒരു ഡിസൈൻ നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ സെയിം അതുപോലത്തെ ഡിസൈൻ വേണമെങ്കിൽ ഇച്ചിരി ടോൾ കേക്കായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ എല്ലാം 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് മുകളിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ 3 ലെയറേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 5 ഇഞ്ച് കേക്കിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ 4 ലെയർ നമുക്ക് കിട്ടും. നല്ല തിക്കായിട്ടുള്ള ലെയർ വേണമെങ്കിൽ 5 ലെയർ വരെ ആക്കാം. പക്ഷേ ഒത്തിരി കനം കുറഞ്ഞ് പോവും. അത് കാരണം കൊണ്ട് പിന്നെ ടേസ്റ്റും പിന്നെ അവർക്ക് അധികം ക്രീം വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മക്കൾക്ക് കൊടുക്കാനുള്ളതില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ 4 ലെയർ ആക്കിയതേ ഉള്ളൂ. ഷുഗർ സിറപ്പ് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്യുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് ക്രീമും കൊണ്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൈപ്പ് ബേക്ക് അവർക്ക് 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഒരു കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ½ kg കേക്കായിരുന്നു. അതൊരു പിനാട്ട കേക്കായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണെങ്കിൽ നമുക്ക് സെക്കൻഡായിട്ടും ചെയ്യുന്നത്. അത് ആ പൈപ്പ് ബാഗിനകത്ത് ഒരു കളർ വന്നേക്കുന്നത്. കളർ അകത്താണെങ്കിൽ ചെയ്ത് ബോട്ടിൻ്റെ ഡിസൈൻ ചെയ്ത് അതുകൊണ്ടാണ് ആ പൈപ്പ് ബാഗിൽ ആ കളർ വന്നേക്കുന്നത് കേട്ടോ. അപ്പം ഇതേ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ ഒഴിച്ച് അതിൻ്റെ മേളിൽ കൂടെ സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ ഓറിയോ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കാം. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് റേഷ്യോ ഞാൻ എപ്പോഴും പറയുന്നോട്ട് 1:2 റേഷ്യോയിൽ വേണം ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കാൻ. എന്ന് വെച്ചാൽ 2 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ ആയിട്ട് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ വേണം മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതിന് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗ്ലേസും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് മേളിൽ നമ്മൾ കേക്കിൻ്റെ മേളിൽ ഗ്ലേസിങ് ചെയ്യത്തില്ല. അപ്പോൾ നല്ലൊരു ഷൈനിങ് കാരണം നിങ്ങൾക്ക് എൻ്റെ ഗനാഷ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. നല്ലൊരു ഷൈനിങ് ലുക്കുണ്ട് അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഷൈനിങ് കിട്ടാനായിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ട്രഫിൾ ഉണ്ടാക്കണമെങ്കിൽ 3:1 റേഷ്യോ വേണം വെക്കാനായിട്ട്. എന്ന് വെച്ചാൽ 3 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് നമുക്ക് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ എടുക്കുക. 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ഓവർ നൈറ്റ് വേണ്ടി ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ സെറ്റ് ചെയ്യാൻ വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഫ്രിഡ്ജ് നമ്മൾ വെക്കുകയാണെങ്കിൽ ഒത്തിരി സെറ്റായി പോകും. പിന്നെ 1 മണിക്കൂറത്തേക്കൊന്ന് പുറത്ത് വയ്ക്കേണ്ടി വരും. അപ്പോഴേ നമുക്കൊരു ഇച്ചിരുന്ന് ഐസിങ് ചെയ്യാൻ പാകത്തിനായി കിട്ടും. പുറത്തുതന്നെ വെക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ തന്നെ ചെയ്യാനാണെങ്കിൽ പുറത്ത് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് അതുകൊണ്ട് ട്രഫിൾ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഫ്രണ്ട്സ് എൻ്റെ റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. എല്ലാവരും വീഡിയോസ് കാണുകയോ എടുക്കുകയോ ചെയ്യുന്നുണ്ട്. ആരും ഒരു ലൈക്കും ചെയ്യാറില്ല കേട്ടോ. പ്ലീസ് അങ്ങനെ ചെയ്യല്ലേ. ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അവർക്കാണെങ്കിൽ ഒരു ബേബി പിങ്ക് തീമിലായിരുന്നു വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലൈറ്റ് കളറായിട്ട് ഒന്ന് ഡ്രോപ്പുമായിട്ട് കൊടുത്തുള്ളൂ കേട്ടോ, ക്രീമിനകത്ത് കളറ്. എന്നിട്ട് നമുക്കാണെങ്കിൽ ഇതുപോലെ അത് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്കാണെങ്കിൽ ഓപ്പൺ സ്റ്റാർട്ട് ടിപ്പ് നോസിലും കൊണ്ട് നന്നായിട്ട് ബോർഡറൊക്കെ ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ ഒരു തെറ്റ് പറ്റിപ്പോയി കേട്ടോ. അത് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തോ പറ്റിയെന്ന്. അപ്പോൾ ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാനാണെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് കൂട്ടത്തി ആദ്യത്തെ ഒരു വീഡിയോ മിസ്സായിപ്പോയി കേട്ടോ. എൻ്റെ ഞാൻ മോളായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എടുത്തോന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ എഡിറ്റിംഗ് ചെയ്യാൻ നേരത്തെ എനിക്ക് കിട്ടിയില്ല കേട്ടോ വീഡിയോ. അതുകൊണ്ടാണ് എനിക്ക് ഇടാൻ പറ്റാഞ്ഞത്. പിന്നെ അതേ കണ്ടില്ല, ഇച്ചിരി നമുക്കിങ്ങനെ തോന്നുന്നുണ്ട് ഫിനിഷിങ് വരുന്നില്ല, ക്രീം ഇച്ചിരി ഡ്രൈ ആയിപ്പോയെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്താൽ മതി. നല്ല ക്ലീനായിട്ട് ഫിനിഷിങ് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കുകയും ചെയ്യില്ല കേട്ടോ. ചെറുതായിട്ട് നിങ്ങൾക്ക് കണ്ട് കാണാമായിരിക്കും. ഞാൻ ചെറുതായിട്ട് സ്പ്രേ ചെയ്തതേ ഉള്ളൂ. ഒന്നുണ്ട് കേട്ടോ. അത്രയും മതി കേട്ടോ. അത്രയും മതി. നന്നായിട്ടൊന്ന് ഫിനിഷിങ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബോർഡറൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റമർ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനായിരുന്നു കേട്ടോ. അവർക്ക് സെയിം അതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി റിവ്യൂ ആയിരുന്നു കേട്ടോ എനിക്കിതിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വരെ ബോർഡർ ചെയ്യുന്ന വീഡിയോ എടുത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. വീഡിയോ മിസ്സായിപ്പോയി. മോളായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ അവൾ ഫോൺ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വിട്ടുപോയതാണോ അതോ എന്തോ പറ്റിയെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ എഡിറ്റിംഗ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ആ വീഡിയോ കിട്ടിയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ക്ഷമിക്കണേ. അപ്പോൾ ഒന്നുമില്ല കേട്ടോ. നമ്മളുടെ പ്രിൽ നോസിലില്ലേ, നമ്മൾ ഡോൾ കേക്കിനൊക്കെ നമ്മൾ ഫ്രോക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ആ നോസിലും കൊണ്ട് നേരെ പ്രില്ലാക്കി ഇതുപോലെ കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.